1969 ഏപ്രിൽ മാസം 3-ാം തീയതി നാരായണ നമ്പ്യാരുടെയും സുഭദ്രാമ്മയുടെയും മകനായി കോട്ടയം ജില്ലയിലെ കുറുവലങ്ങാട് എന്ന സ്ഥലത്ത് ജനിച്ചു. ജനിച്ചത് കോട്ടയം ജില്ലയിലാണെങ്കിലും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് കണ്ണൂർ ജില്ലയിലെ മുഴക്കുന്ന് UP സ്കൂളിലാണ്. പിന്നീട് വീണ്ടും കോട്ടയം ജില്ലയിലെ ഡി പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 5 മുതൽ 10 വരെയുള്ള വിദ്യാഭ്യാസം പൂർത്തിയാക്കി. പ്രീ ഡിഗ്രി പഴശ്ശിരാജ NSS കോളേജിലും ഡിഗ്രി ബ്രണ്ണൻ കോളേജിലും PG സെൻറ് തോമസ് കോളേജ് തൃശ്ശൂരിലും MPhil കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും PhD KFRIയിലും പൂർത്തീകരിച്ചു. തുടർന്ന് ബ്രണ്ണൻ കോളേജ് തലശ്ശേരിയിലും NSS കോളേജ് മട്ടന്നൂരിലും ഗസ്റ്റ് അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. പിന്നീട് മട്ടന്നൂർ NSS കോളേജിൽ തന്നെ സ്ഥിരം അധ്യാപകനായി നിയമിതനായി. 2001 ഡിസംബർ മാസം 8-ാം തീയതി സ്മിത ജീവിതസഖിയായി തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. 2003 മഹേഷ് സ്മിത ദമ്പതികൾക്ക് കുഞ്ഞു മാലാഖിയായി ശിവാനി മോൾ പിറന്നു. ശിവാനി മോൾ ഇപ്പോൾ 3-ാം വർഷ MBBS സ്റ്റുഡൻ്റായി എയിംസ് ഹൈദരാബാദിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. നീണ്ട 21 വർഷത്തെ സേവനത്തിന് ശേഷം വീരപഴശ്ശിയുടെ മണ്ണിൽ നിന്നും പടിയിറങ്ങുമ്പോൾ ജീവിതത്തിൽ ഇനിയും ഒട്ടേറെ നല്ല കാര്യങ്ങൾ ചെയ്യുവാനുള്ള യാത്ര തുടരുകയാണ്. ഞങ്ങളുടെ പ്രിയ മഹേഷ് സാറിന് ഫോമർ സുവോളജി സ്റ്റുഡൻസിൻ്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ സുവോളജി കുട്ടികൾ എന്നെ ഓർത്തതിൽ വളരെ സന്തോഷമുണ്ട്. ഞാനും മഹേഷ് സാർ തമ്മിലുള്ള പരിചയം എന്ന് പറയുന്നത് 2004 ഞങ്ങൾ ഒരുമിച്ച് സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരുമിച്ചാണ് ഞങ്ങൾ പ്രവേശിച്ചത്. അന്ന് തൊട്ട് സാറിൻ്റെ അടുത്ത് ഇന്ന് വരെയും ഞങ്ങൾ ഫാമിലി വൈസുള്ള ബന്ധമാണ്. സാറും സ്മിതയും മകളും അതുപോലെ ഞാനും എൻ്റെ ഹസ്ബൻഡ് ഋഷിയും ഗൗരിയും ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് വളരെ നല്ല ഒരു ബോണ്ടിങ് ആണ് ഇന്ന് വരെ. ഞങ്ങൾ കൊട്ടിയൂർ അമ്പലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും സാറിനെ കണ്ടിരുന്നു, സാറിൻ്റെ വീട്ടിൽ പോയിരുന്നു. എൻ്റെ കുട്ടികൾ എന്നെ ഓർത്ത് എന്നെ വിളിച്ചല്ലോ, എനിക്കത് ഏറ്റവും സന്തോഷമുണ്ട്. ഈ അവസരത്തിൽ ഞാൻ സാറിന് 2025 റിട്ടയർ ചെയ്യുന്ന മഹേഷ് സാറിന് എല്ലാവിധ ആശംസയും നേരുകയാണ്. അതുപോലെ അധ്യാപകൻ എന്ന നിലയിൽ എല്ലാ കർത്തവ്യവും എല്ലാ മേഖലകളിലും ഒരുപോലെ പ്രാവീണ്യമുള്ള ഒരു വ്യക്തിയെയാണ് ഡിപ്പാർട്ട്മെന്റിന് നഷ്ടപ്പെടുന്നത്. അത് നികത്താനാവാത്ത നഷ്ടം തന്നെയാണ്. അത്രയ്ക്ക് നല്ലൊരു HOD, അതിലുപരി ഒരു കുട്ടികളെ അത്രയും സ്നേഹത്തോടെ നോക്കുന്ന ഒരു അധ്യാപകൻ, ഒരു ഗുരുതുല്യൻ എന്ന പേരുകൊണ്ട് നമ്മൾ ഗുരുതുല്യൻ എന്ന് പറയുന്ന ആ പേരിന് അർഹതയുള്ള ആൾ തന്നെയാണ് നമ്മുടെ മഹേഷ് സാറ്. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഞങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് മഹേഷ് സാറ്, മുരളി സാറ്, രവി സാറ്, രാഘവേട്ടൻ, അതുപോലെ തന്നെ സുകുമാരേട്ടൻ അടങ്ങുന്ന ഞങ്ങളുടെ ആ കുടുംബം അത്രയും നല്ല സന്തോഷമുള്ള ആ ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയറുള്ള കോളേജ്. 2010 ഞാൻ അവിടുന്ന് പടിയിറങ്ങിയ ശേഷം എനിക്കൊരു കോളേജിൽ നിന്നും കിട്ടിയിട്ടില്ല. 2021 ഞാൻ റിട്ടയർ ചെയ്തു. അപ്പോഴും ഞാൻ ഓർക്കുന്നത് എപ്പോഴും എൻ്റെ മട്ടന്നൂർ കോളേജാണ്. അത്രയ്ക്ക് സന്തോഷമുള്ള ഓർമ്മകളാണ് മട്ടന്നൂർ കോളേജിൽ ഞങ്ങൾക്ക് അവിടെ ഉള്ളത്. സാറിന് ഇപ്പോൾ റിട്ടയർ ചെയ്തതിന് ശേഷം സാറിന് പുതിയ കർമ്മമേഖലകളിൽ പ്രവേശിക്കാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഒന്നും കൂടി എൻ്റെ എല്ലാ കുട്ടികൾക്കും നന്ദി അറിയിക്കുന്നു. ബൈ. ഒരു അധ്യാപകൻ താൻ വർഷങ്ങളോളം ഉപയോഗിച്ചിരുന്ന മേശയും കസേരയും ചിരപരിചിതമായ ക്ലാസ് മുറികളും ലാബും വരാന്തയും ഒക്കെ വിട്ടിറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടുന്ന ഒരു പറ്റം ഓർമ്മകളും അനുഭവ സമ്പത്തുമുണ്ട്. അത് ഒരിക്കലും ആ വ്യക്തിയെ നിഷ്ക്രിയനായിരിക്കാൻ സമ്മതിക്കില്ല. സാറിനെ സംബന്ധിച്ചിടത്തോളം സാറ് ഏത് കാര്യം ചെയ്താലും, അത് ഡിപ്പാർട്ട്മെൻറ്റിലെ ആണെങ്കിലും കോളേജിലെ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലുള്ള ഉത്തരവാദിത്തങ്ങളാണെങ്കിലും അതതിൻ്റെ പരിപൂർണതയിലെത്തിക്കാൻ അങ്ങേയറ്റം ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു പെർഫെക്ഷനിസ്റ്റ്. സാറിനെ സംബന്ധിച്ചിടത്തോളം സാറിന് അതുകൊണ്ട് തന്നെ
അക്കാദമികമായ പ്രവർത്തനങ്ങളിൽ നിന്നോ ശാസ്ത്രത്തിൻ്റെ വഴികളിൽ നിന്നോ മാറി നിൽക്കുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മളോടൊപ്പം ഇനിയുമുള്ള ഒരുപാട് പ്രവർത്തനങ്ങളിൽ സാറ് കൂടെ ഉണ്ടാവും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. സാറിന് വേണ്ടി ഈ സ്നേഹ കൂട്ടായ്മ ഒരുക്കിയ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം ഞാൻ അറിയിക്കുന്നു. സാറിനും സ്മിതേച്ചിക്കും ശിവാനിക്കും ഇനി അങ്ങോട്ടും സമാധാനവും സ്നേഹവും സന്തോഷവും നിറഞ്ഞ പൂക്കൾ നിറഞ്ഞ ഒരു വീടും ലോകവും ഉണ്ടാവട്ടെ എന്ന് ഏറ്റവും ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നമസ്കാരം, ഞാൻ രേഷ്മ ബാബു കെ. 2002-2005 BSc സുവോളജി ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്നു. ഒരാഴ്ച മുന്നേ എൻ്റെ കൂട്ടുകാരിയായിരുന്ന ഗ്രീഷ്മ കിച്ചു അവൾ വിളിച്ച് മഹേഷ് സാറിൻ്റെ റിട്ടയർമെൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഭയങ്കര ഒരു അതിശയമാണ് തോന്നിയത്. മഹേഷ് സാറ് റിട്ടയർഡ് ആവാറായോ എന്നാണ് തോന്നിയത്. ഞാനത് അവളുടെ അടുത്ത് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ അവൾ പറഞ്ഞു, നമുക്ക് പ്രായമായി വരികയല്ലേ എന്ന്. സത്യം, കോളേജ് അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഓരോ മൊമെൻറ്റും അപ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരും. അതൊക്കെ ഇന്നലെ കഴിഞ്ഞ പോലെയാണ് ശരിക്കും തോന്നുന്നത്. ഒരുപാട് വർഷങ്ങളായി എന്ന് ചിന്തിക്കുമ്പം ഒരു സങ്കടം. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി പറയുമ്പം ആദ്യം തന്നെ ഓർക്കേണ്ടത് മുരളി സാറിനെ കുറിച്ചാണ്. നമ്മുടെ ഹെഡായിരുന്നു മുരളി സാറ്. പുറമേ അല്പം കർക്കശ സ്വഭാവമൊക്കെ ഉണ്ടെങ്കിലും ശരിക്കും അത് വേണം നമ്മുടെ ആ ഒരു പ്രായത്തിൽ. സാറ് ഭയങ്കര സോഫ്റ്റായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. ഒരു പിതാവിൻ്റെ സ്നേഹത്തോടെ ഞങ്ങളെ തിരുത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും എല്ലാ തരത്തിലുള്ള പിന്തുണകൾ തരികയും നമ്മുടെ അക്കാഡമിക് ആയിക്കോട്ടെ അല്ലെങ്കിൽ നോൺ കരിക്കുലർ ആയിക്കോട്ടെ എല്ലാ കാര്യത്തിലും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന സാറായിരുന്നു മുരളി സാറ്. നമുക്ക് വളരാനുള്ള എല്ലാ കാര്യങ്ങളും സാറ് ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ ധന്യ ടീച്ചർ എന്ന ഒരു എന്താ പറയുക, കുഞ്ഞേച്ചിയെ പോലെയാണ് ഞങ്ങളുടെ ലൈഫിലേക്ക് വന്നത്. ടീച്ചർ പഠിച്ചിറങ്ങിയ ഉടനെ ആയിരുന്നു ടീച്ചർക്ക് ഒരുപാട്, അതുകൊണ്ട് തന്നെ നമുക്ക് പറഞ്ഞുതരാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. കുറച്ചും കൂടി നമ്മൾ മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റുന്ന ഒരു ടീച്ചറായിരുന്നു എന്തും. അതേസമയം ഒരു അധ്യാപിക എന്നുള്ള എല്ലാ ബഹുമാനത്തോടു കൂടിയാണ് ഞങ്ങൾ ടീച്ചറുടെ അടുത്ത് നിന്നിട്ടുള്ളത്. ടീച്ചറിൻ്റെ കല്യാണത്തിന് പോയതൊക്കെ ഓർമ്മയുണ്ട്. കല്യാണത്തിൻ്റെ തലേന്ന് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി പോയത്. ഇനി മഹേഷ് സാറിനെ പറ്റി പറയുമ്പം എൻ്റെ വിദ്യാർത്ഥി ജീവിതത്തിലാവട്ടെ, ഞാൻ അതിനുശേഷം ഒരു അധ്യാപിക ആയപ്പോഴാവട്ടെ, ഏറ്റവും കൂടുതൽ എന്നിൽ സ്വാധീനം ചെലുത്തിയൊരു വ്യക്തിയാണ് മഹേഷ് സാറിൻ്റെ റിട്ടയർമെൻ്റ് ആയതുകൊണ്ട് പറയുന്നതല്ല, എന്തെങ്കിലും ഇത് പറയണം എന്ന് എനിക്കുണ്ടായിരുന്നു. പറയാൻ പറ്റിയില്ല. ഇതൊരവസരമായിട്ട് കണ്ട് ഞാൻ പറയുകയാണ്. എൻ്റെ ജീവിതത്തിലേക്ക് മഹേഷ് സാർ എന്ന അധ്യാപകൻ വരുന്നതിന് മുന്നേയും പിന്നെയും എന്ന് രണ്ട് രീതിയിൽ എൻ്റെ വിദ്യാർത്ഥി ജീവിതത്തിനെ എനിക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം പഠിക്കുക എന്നുള്ളത് പഠിക്കുക അത്രമാത്രമേ ഞാൻ അതുവരെ കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ പഠിച്ചാൽ മാത്രം പോരാ, അത് എക്സാമിന് എങ്ങനെ എഴുതണമെന്നും എങ്ങനെ പഠിക്കണമെന്നും പഠനത്തിനെ എങ്ങനെ കൂടുതൽ രസകരമാക്കാമെന്നും ഒക്കെ പഠിപ്പിച്ചു തന്നത് മഹേഷ് സാറാണ്. സുവോളജി എന്ന സബ്ജക്റ്റിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് സുവോളജി ചൂസ് ചെയ്തത്. ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, ക്ലാസ്സിൽ മഹേഷ് സാറ് കളർഫുൾ ആയിട്ടാണ് എപ്പോഴും ബോർഡ് കീപ്പ് ചെയ്യുക. ടൈറ്റിൽ നല്ല വടിവത്ത കയ്യക്ഷരത്തിൽ ടൈറ്റിൽ കളർ ചോക്ക് വെച്ച് എഴുതി, അതിനുശേഷം നമുക്ക് കോഡേറ്റ നോൺ കോഡേറ്റയൊക്കെ ഫൈലം നോൺ കോഡേറ്റയൊക്കെ പഠിപ്പിച്ചു തരുന്ന സമയത്ത് ഓരോ ഫൈലവും നമുക്ക് പഠിപ്പിച്ചു തരുമ്പം കൃത്യമായും അതിനൊരു എക്സാമ്പിൾ വരച്ചു വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഓരോ സ്ട്രക്ചറും ഡിഫറെൻറ്റ് കളർ ചോക്ക് ഉപയോഗിച്ചുകൊണ്ട് വരച്ച് നമുക്ക് ശരിക്കും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ടാവും. ആ ഒരു പിക്ചർ നമ്മുടെ മനസ്സിൽ പതിഞ്ഞ ആ ഒരു പെർട്ടിക്കുലർ ഫയൽ നമുക്ക് എഴുതി വയ്ക്കാൻ പറ്റുമായിരുന്നു. അത്രയും ഡീറ്റെയിൽ ആയിരുന്നു സാറിൻ്റെ ക്ലാസ്സുകൾ. അതുപോലെ എങ്ങനെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാം എന്നും സാറ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും നമുക്ക് ലഞ്ച് ബ്രേക്ക് കൂടുതലാണല്ലോ, അപ്പോൾ പെട്ടെന്ന് ചോറുണ്ട് വന്നിട്ട് ഓൾമോസ്റ്റ് എല്ലാ വെള്ളിയാഴ്ചയും തന്നെ നമുക്ക് ഒരു ടെസ്റ്റ് പേപ്പർ വയ്ക്കും. മിക്കവാറും ഒരു എസ്സേ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക.
അപ്പോൾ അത് നമ്മൾ പഠിച്ചിരിക്കും. അത് മാത്രമല്ല കമ്പാരിറ്റീവായിട്ട് ഇവാലുവേഷൻ ആണ് സാർ ചെയ്തുകൊണ്ടിരുന്നത്. അതൊക്കെ നമുക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനും കൂടുതൽ പഠിക്കാനും ഒക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ഒരു എക്സാം പേപ്പറിൽ, പിന്നെ എങ്ങനെ ഡയഗ്രാം വരയ്ക്കണം, എങ്ങനെ നമ്മൾ ആൻസർ ഷീറ്റ് ഇമ്പ്രസീവും എഫക്റ്റീവുമായിട്ട് പ്രസൻറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തന്നത് സാറാണ്. സത്യം പറഞ്ഞാൽ അതുവരെ എനിക്ക് ആ ഒരു കാര്യമേ അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മഹേഷ് സാർ വന്നതിന് ശേഷവും മഹേഷ് സാറിന് മുന്നുമുള്ള എൻ്റെ ആൻസർ പേപ്പർ ആവട്ടെ, എൻ്റെ അക്കാദമിക് ആയിട്ടുള്ള പ്രോഗ്രസ് ആകട്ടെ, രണ്ടിനും നല്ല ഡിഫറൻസ് ഉണ്ട്. സോ മഹേഷ് സാർ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ലൈഫിൽ. നമസ്കാരം, ഞാൻ പ്രതിഭ. 2005-2008 ബാച്ചിലെ വിദ്യാർത്ഥിനിയായിരുന്നു. BSc ഇന്റർവ്യൂ നടന്നത് മുതൽ PG അഡ്മിഷൻ എടുക്കുന്നത് വരെയും മാർഗനിർദ്ദേശങ്ങളായിട്ട്, ഉപദേശങ്ങളായിട്ട്, പരിപൂർണ പിന്തുണയായിട്ട് എൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു നിന്ന ഒരു നിറമുള്ള അധ്യായമാണ് മഹേഷ് സാർ എന്ന് പറയുന്നത്. ഏറ്റവും ഇഷ്ടത്തോടെ വീണ്ടും കയറി ചെല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരിടം ഏതെന്ന് ചോദിച്ചാൽ അതെൻ്റെ BSc ക്ലാസ് മുറി തന്നെയായിരിക്കും. എങ്ങനെയാവണം ഒരു അധ്യാപകൻ, എങ്ങനെ നമ്മുടെ പാഠപുസ്തകങ്ങൾ സമീപിക്കണം, പാഠപുസ്തകത്തിനകത്തും പുറത്തുമുള്ള അറിവുകൾ എങ്ങനെ നോക്കിക്കാണണം, സബ്ജക്റ്റിനെ എത്ര പാഷനേറ്റ് ആയിട്ട് നമ്മൾ സമീപിക്കണം, എങ്ങനെ സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കണം, ക്യാമ്പുകളും ക്ലബ് ആക്ടിവിറ്റീസും എങ്ങനെ കണ്ടക്ട് ചെയ്യണം എന്നിങ്ങനെ ഒരുപാട് പാഠങ്ങളാണ് മഹേഷ് സാർ എന്ന് പറയുന്ന വലിയ പാഠപുസ്തകത്തിൽ നിന്ന് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിച്ചിട്ടുള്ളത്. പാഠപുസ്തകത്തിനപ്പുറത്ത് നിന്ന് സാറ് പറയുന്ന അനുഭവങ്ങൾ, മുമ്പേ നടന്നവരുടെ അനുഭവങ്ങൾ ഒരുപാട് ദൂരം നടക്കാൻ നമ്മളെപ്പോലുള്ള വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നുണ്ട്. പഠനകാര്യങ്ങളിൽ മാത്രമല്ല, പ്രസംഗം, ക്വിസ് പോലുള്ള പ്രവർത്തനങ്ങളിൽ താല്പര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും, അതുപോലെ നമ്മുടെ കോളേജ് യൂണിയൻ കലോത്സവ പരിപാടികളിൽ പങ്കെടുക്കാനും ഒക്കെ ഒരുപാട് മോട്ടിവേഷൻ സാറിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുണ്ട്. കാലത്തിൻ്റെ അനിവാര്യത എന്നോണം കർമ്മരംഗത്ത് നിന്ന് ഔദ്യോഗികമായി വിരമിക്കുന്ന സാറിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. കൂടുതൽ മെച്ചപ്പെട്ട മികവാർന്ന മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്താൻ സാറിന് കഴിയട്ടെ എന്നും കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ സാറിന് കഴിയട്ടെ എന്നും ആശംസിക്കുന്നു. അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിൽ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് കാലം എത്ര കഴിഞ്ഞാലും നമ്മൾ ഓരോരുത്തരും സാറിൻ്റെ വിദ്യാർത്ഥികളും മഹേഷ് സാർ എന്ന് പറയുന്നത് നമ്മുടെ അധ്യാപകനുമായിരിക്കും. ഈ ഒരു ബന്ധത്തിൽ മാത്രം കിട്ടുന്ന ഒരു സൗഭാഗ്യമാണത്. കാലം എത്ര കഴിഞ്ഞാലും സാറിൻ്റെ വിദ്യാർത്ഥിയായിരിക്കാനും കൂടുതൽ കാര്യങ്ങൾ സാറിൽ നിന്ന് പഠിക്കാനും കഴിയട്ടെ എന്ന് മാത്രം പ്രത്യാശിക്കുന്നു. താങ്ക് യു സോ മച്ച്. നമസ്കാരം മഹേഷ് സാർ. 20 വർഷം മുന്നേ ആയിരുന്നു നമ്മുടെ പഴശ്ശിരാജക്കാലം. ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു 2005 പഴശ്ശിരാജ കുടുംബവും അവിടുത്തെ നാളുകളും. മഹേഷ് സാറിൻ്റെ വളരെ സമഗ്രമായ ഫിസിയോളജി ക്ലാസ്സുകൾ, ഒരുപാട് ആഗ്രഹിച്ച് രൂപം കൊടുത്ത ക്രിസാലിസ് ക്ലബ്, പിന്നെ 7 ദിവസത്തെ സ്റ്റഡി ടൂർ ധൈര്യമായി നമ്മൾ ആസൂത്രണം ചെയ്തതും വിജയിപ്പിച്ചതും, പിന്നെയും ഉണ്ട് ഒരുപാട് നല്ല ഓർമ്മകൾ. ഒരേ ഒരു മഹേഷ് സാർ, ഒരേ ഒരു മുരളി സാർ, ധന്യ മിസ്സും പ്രമീള ടീച്ചറും, പിന്നെ ബാലേട്ടനും സുകുമാരേട്ടനും മുരളിയേട്ടനും അടങ്ങുന്ന നമ്മുടെ സുവോളജി കുടുംബം ഇപ്പോഴും അഭിമാനത്തോടെ തന്നെ ഓർക്കാറുണ്ട്. ആ ക്യാമ്പസും അവിടെ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ വർഷങ്ങളും ഒരിക്കലും നന്ദി പറഞ്ഞു തീർക്കാൻ പറ്റില്ല. എപ്പോഴും കടപ്പാറുണ്ട് പകർന്നു തന്ന അറിവിനും, അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് ആത്മവിശ്വാസം പകർന്നു തന്ന സാറിൻ്റെ പിന്തുണയ്ക്കും. ഭാവുകങ്ങൾ മഹേഷ് സാർ. ആരോഗ്യത്തിനും സന്തോഷത്തിനും ഐശ്വര്യത്തിനും നന്ദി.